ബഹുമാനപ്പെട്ടവരെ, സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, SSF മഞ്ചേശ്വരം ഡിവിഷൻ സാഹിത്യോത്സവം നടത്തുന്നു. സാർ ഒന്ന് അതിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി വരണം എന്ന് ഒക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ വളരെ സന്തോഷമായിട്ട് അത് സമ്മതിച്ചു. കാരണം ഇപ്പോ ജനാബ് പറഞ്ഞതുപോലെ ഇക്കാലത്ത് എങ്ങനെയാണ് ഒരു മകന് അല്ലെങ്കിൽ മകള് ഉപ്പയെടുത്ത് അല്ലെങ്കിൽ ഉമ്മയെടുത്ത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറണം, ഇതൊന്നും അറിയാത്ത പല ആൾക്കാരുണ്ട്. അതില് വളരെ സജീവമായിട്ട് ഏർപ്പെടുന്ന ഒരു SSF ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു പ്രോഗ്രാമിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മരങ്ങൾ നട്ട് പ്രോഗ്രാം. അപ്പോ ഈ പ്രോഗ്രാം ഇന്ന് ഉദ്ഘാടനം നടത്താൻ വേണ്ടി നമ്മുടെ ജനാബ് അഷ്റഫിക്ക എത്തിച്ചേരും. അതിന്റെ മുന്നേ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞുകൊണ്ട് അധികം നീട്ടാണ് നിർത്താം. നമുക്കറിയാം, ഇന്നത്തെ തലമുറ എല്ലാത്തിനും അടിമകളാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഉപയോഗിക്കാണ്ടിരിക്കുന്ന ഒരു കുട്ടികളും ഇപ്പൊ ഇല്ല. കാരണം ജനിക്കുമ്പോൾ തന്നെ മൊബൈൽ നോക്കിയിട്ടാണ് ജനിക്കുന്നത്, അല്ലേ? കാർട്ടൂണോ ടിവിയോ അതൊന്നല്ല, ഇപ്പൊ മൊബൈലാണ്. അപ്പൊ അതിനാണ് കൂടുതൽ അഡിക്ഷൻ പ്രധാനമായിട്ടുള്ളത്. അതിന്റെ ശേഷം ബാക്കി ലഹരി പദാർത്ഥങ്ങൾ. അപ്പൊ ഇത് എങ്ങനെ മാറ്റാൻ ഒക്കൂ? മൊബൈൽ ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല, പിള്ളേർക്കും പറ്റില്ല, കാരണം പല കാര്യങ്ങൾക്ക്. പക്ഷെ അതിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ ഒക്കും. അപ്പോ SOS SSF ഇവരൊക്കെ കൂടിയിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കൂടി ആലോചിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ഈ പരിപാടിയെ അതിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, കൃഷി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് വേറെ ഒരു അഡിക്ഷൻ ഒന്നുമില്ല. നമ്മൾ ഒന്നോ സ്കൂളിൽ പോവും, തിരിച്ചു വന്നിട്ട് പണിക്ക് പോയി, വൈകുന്നേരത്തെ ചെറിയ പണി, കൃഷിപ്പണി, നമ്മളൊന്ന് ആവുന്നത് അച്ഛനമ്മയ്ക്ക് സഹായിക്കുക, പാത്രം കഴുകുക. ഇതൊന്നും ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവര് ഭക്ഷണം കഴിച്ച പാത്രം പോലും അവർക്ക് കഴുകാൻ പറ്റാത്തൊരവസ്ഥ. പറ്റാത്ത മടി. അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് SOS SSF ഒക്കെ ചേർന്നുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ ഏതെങ്കിലും സന്തോഷമുണ്ട്. അപ്പോ നമുക്കറിയാം, സാഹിത്യം എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് വാക്ക് അതിനെ പറ്റി പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ശ്രീ വയലാർ രാമവർമ്മയും ONV കുറുപ്പ് സാറും നമ്മുടെ കുഞ്ഞുണ്ണി മാഷും MT വാസുദേവരായ സാറും അതേപോലെ വൈക്കം മുഹമ്മദ് ബഷീർ ഇക്ക എന്നൊക്കെ പറയുന്ന പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ജനിച്ച മണ്ണാണ്. ആ സംസ്കാരത്തിൽ നിന്നാണ് നമ്മൾ മലയാളവും കന്നഡവും അതേപോലത്തെ സപ്തഭാഷ സംഗമമായിട്ടുള്ള കാസർഗോഡ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോ അവരുടെയൊക്കെ സാഹിത്യത്തില് ഒരു തിരുളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഞാൻ ഒരു പാട്ടിന്റെ ഒരു 2 വരികൾ ചൊല്ലാം. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനെ, മനസ്സിൻ മുറാദുകൾ അറിയുന്നവനെ, നിത്യവും എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാക്കുകളാണ്. അപ്പൊ അതിനൊരു അർത്ഥമുണ്ട്. അതേ സമയത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ജനാബ് അഷ്റഫിക്കനെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ പ്രസംഗം 2 വാക്കുകൊണ്ട് നിർത്തുന്നു. അപ്പോ അന്നത്തെ സാഹിത്യം എന്ന് പറഞ്ഞാൽ നല്ല അച്ചടക്കമുള്ള ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിലോ ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ അപ്പം ചുട്ടും
അപ്പം ചുട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളാണ്. പക്ഷെ അന്നത്തെ സാഹിത്യത്തില് അർത്ഥങ്ങളുണ്ടായിരുന്നു. അങ്ങനത്തെ സാഹിത്യം വായിച്ചിട്ട് വേണം പുതിയ തലമുറ വളർന്നു കൊണ്ടുവരാൻ, അല്ലാതെ വളരാൻ വേണ്ടി. അതിപ്പോ കന്നഡത്തിലാണെങ്കിൽ നമുക്കറിയാം ഗോവിന്ദപ്പൈ, അതേപോലെ കുവെമ്പു എന്നൊക്കെ പറയുന്ന സാഹിത്യം എഴുതുന്ന ആൾക്കാർ, കയ്യാര കിഞ്ഞണ്ണറൈ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അവരുടെയൊക്കെ സാഹിത്യം വായിച്ചിട്ട് വേണം നമ്മുടെ പുതിയ തലമുറ പഠിച്ചു വളരാൻ എന്നുകൂടി ചേർത്തുകൊണ്ട് ഈ SSF മഞ്ചേശ്വര ഡിവിഷൻ സംഘടിപ്പിക്കാൻ പോകുന്ന സാഹിത്യോത്സവം ഇന്നു മുതൽ തുടക്കമാണ്. ഇന്ന് നാളെയും മറ്റന്നാളുമാണ്. അപ്പോ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ടും അഷ്റഫിക്കയ്ക്ക് പ്രത്യേകിച്ച് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം.